ശ്രീ പ്രശാന്ത്, കേരള BJP ഘടകത്തിൽ ഒരു അഴിച്ചുപണിയൊക്കെ പലരും പ്രതീക്ഷിച്ചതാണ്. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് കയ്യിൽ കിട്ടും എന്നുള്ളൊരു കണക്കുകൂട്ടലൊക്കെ ഉണ്ടായിരുന്നു BJPക്ക്. അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അഴിച്ചുപണി പ്രതീക്ഷിച്ചതാണ്. കെ സുരേന്ദ്രൻ തുടരില്ല, ആ സ്ഥാനത്തേക്ക് മറ്റു ചില പേരുകൾ പോലും ഉയർന്നു വന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും കെ സുരേന്ദ്രൻ്റെ കോർട്ടിൽ തന്നെയാണ് പന്ത് നിൽക്കുന്നത്. അപ്പോൾ കേരള BJP ഘടകത്തിൽ അപ്പോൾ പഴയതുപോലെ തന്നെ പോകും എന്നാണോ അർത്ഥമാക്കേണ്ടത്? അതിനകത്ത് ഓരോ പാർട്ടിക്കും ആ പാർട്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയെന്ന് പാർട്ടിക്ക് തീരുമാനിക്കേണ്ടത് സാർ. നമ്മൾ ഈ ന്യായം പറയുമ്പം ഇവിടെ കുറേ മാധ്യമങ്ങൾ രാവിലെ എണീറ്റിരുന്നിട്ട് CPM എങ്ങനെ പോകണം, കോൺഗ്രസ് എങ്ങനെ പോകണം, BJP എങ്ങനെ പോകണം എന്ന് തീരുമാനിച്ചാൽ പോകുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു പാർട്ടി കോൺഗ്രസ്. അതെ, അതായത് ഏതെങ്കിലും ഒരു എലക്ഷൻ അങ്ങോട്ട് തോറ്റു കഴിയുമ്പം അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന ആൾ ഒരു കോൺഗ്രസിനകത്ത് രാജിവെക്കുന്നു, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ രാജിവെക്കാറ് ഒഴിഞ്ഞു പോകാറുണ്ട്. അത് ചില ആൾക്കാരുടെ താല്പര്യമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം നയിച്ചു, അത് അദ്ദേഹത്തിന് സ്വയം തോന്നുന്നതായിരിക്കും. അത് ഓരോരുത്തരുടെ വ്യക്തിപരം. പാർട്ടി ജയിക്കുമ്പോഴും തോക്കുമ്പോഴും അല്ലെങ്കിൽ പാർട്ടിയുടെ രീതികൾ, കേഡർ സംവിധാനമുള്ള പാർട്ടി CPM ആയാലും ഈ പറയുന്ന BJP ആയാലും, അതിനകത്ത് ആ പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് ആ പാർട്ടിക്കകത്ത് ഇലക്ഷൻ നടക്കുകയും ഇലക്ഷൻ അനുസരിച്ച് ആൾക്കാരെ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നതായിരിക്കും ആ പാർട്ടിയുടെ നിലനിൽപ്പിന് നല്ലത്. പക്ഷേ ഇപ്പോൾ പലയിടത്തും ഈ പറഞ്ഞതുപോലെ സംഘടനാ ഇലക്ഷൻ നടക്കുമ്പോൾ യോഗ്യമായിട്ടുള്ളവരെ പലയിടത്തും കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് BJP ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് അലിഗേഷനുണ്ട്. കാരണം താഴെത്തട്ടിലുമൊക്കെ ഈ പറയുന്ന ആശ്രിതരെ പിടിച്ചു വെച്ച് പോകുന്നൊരവസ്ഥ. അതായത് അധികാരമുള്ള പാർട്ടിയും ആൾക്കാർ കൂടുതൽ അടുത്തു വരാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ അംഗീകരിച്ചു തുടങ്ങിയപ്പോൾ, ഈ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയവനും വളമിട്ടവനും ഒക്കെ പുറത്ത് പോയിട്ട് പുതിയതായിട്ട് വന്ന പുത്തം പണക്കാരും അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന കുറേ ആൾക്കാരും ഒക്കെ കയറുകയും അവരൊക്കെ എൻ്റെ ഭാഗമായിട്ടിരിക്കേണ്ടെന്ന് ചില നേതാക്കന്മാരൊക്കെ വിചാരിക്കുകയും ചെയ്യുന്നുള്ളതായിട്ട് ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ഏതാണ്ട് തിരഞ്ഞെടുപ്പിനകത്ത് അകത്ത് കിടന്ന് തർക്കം, അത് അടിവെളി വന്നെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇപ്പം ഇതിനകത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ BJPക്കാരെ വളരെ കൃത്യമായിട്ട് ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് കുറച്ച് വാസ്തവമുണ്ട്. കാരണം ഇവിടുത്തെ മാധ്യമങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ BJPയെ ഡീപ്രമോട്ട് ചെയ്യുക എന്നുള്ളത്. അത് BJPക്കാർ മനസ്സിലാക്കണം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എന്ന് പറയാൻ മാധ്യമങ്ങൾ ഡീപ്രമോട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ നിന്ന് കൊടുക്കുന്നുണ്ടല്ലേ അതിന് സാധിക്കുന്നത്. അണ്ണാമല എന്താ ഡീപ്രമോട്ട് ചെയ്യാത്ത? അവിടെ ഈ പറയുന്ന തമിഴ്നാട്ടിൽ തൊട്ടടുത്ത സംസ്ഥാനമല്ലേ തമിഴ്നാട്. മാധ്യമങ്ങളുടെ രാജാക്കന്മാരാ അവിടെ ഭരിക്കുന്നേ. എത്ര ചാനലുണ്ട് സ്റ്റാലിന്? അല്ലെ എത്ര എന്തുവേണ്ടി സംവിധാനമുണ്ട്? ആരെയൊക്കെ വിലക്കെടുക്കാൻ പറ്റും? ദേശീയ ഈ പറയുന്ന BJPയെ എതിർക്കുന്ന ഇന്ത്യക്കകത്തും വെളിയിലുമുള്ള ഈ ഇസ്ലാമിസ്റ്റുകൾ അവിടെ ഇല്ലേ? അവരവിടെ. അപ്പം അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ എത്ര മറച്ചു പിടിച്ചാലും നമ്മളുടെ ഭാഗം ശരിയാണ്. ഭാഗം ശരിയാവുമ്പോഴാണ് ജനം കൂടെ വരുന്നത്. ജനം കൂടെ ഇറങ്ങിയാൽ മാധ്യമം കൂടെ വന്നേ വെക്കൂ, റിപ്പോർട്ട് ചെയ്തേ വെക്കൂ. അപ്പോൾ ഇവിടുത്തെ BJP കരയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ജനമില്ല. ജനമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊന്നും കൊണ്ട് പറയല്ല. ഈ പറയുന്ന പോലെ ഒരു മാധ്യമത്തിന് ചർച്ച ചെയ്യത്തക്കോണമുള്ള അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ പരിപാടി ജനം കാണുന്ന രീതിയിലേക്ക്. ഇപ്പോൾ നരേന്ദ്രമോദി വരുമ്പം എല്ലാ ചാനലുകാരും കൊണ്ടുവന്ന് അവിടോട്ട് ക്യാമറ തിരിച്ചു വെക്കുന്നതിൻ്റെ കാര്യം എന്തോ സാറേ? നരേന്ദ്രമോദി വന്നെന്ന് പറഞ്ഞാൽ TV അങ്ങോട്ട് ഓൺ ചെയ്യും, പിന്നെ അദ്ദേഹം പോയി കഴിഞ്ഞ് ഓഫ് ചെയ്യത്തുള്ളൂ, വ്യൂവേഴ്സ് കൂടും. ഇപ്പോൾ സുരേന്ദ്രൻ്റെ അല്ലെങ്കിൽ BJP നേതാക്കന്മാരിൽ കേരളത്തിലെ ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ ആ വിഷയം ജനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാധ്യമങ്ങളിൽ കൂടിയല്ലേ ജനമൊക്കെ കാണുന്നത്. ജനം അദ്ദേഹത്തിന് കൂടെ കൂടുന്നതിനൊപ്പം അതിൻ്റെ കൂടെ പോകാൻ പറ്റാത്ത ആൾക്കാർ ആ വിഷയം എത്രത്തോളം വലിപ്പത്തിലായി അല്ലെങ്കിൽ എന്തായെന്ന് കാണാൻ വേണ്ടി മാധ്യമങ്ങളെ ഉറ്റു നോക്കത്തില്ലേ? അപ്പോൾ ഇവരുടെ വിഷയം റിപ്പോർട്ട് ചെയ്താൽ മാധ്യമങ്ങളിൽ ആൾക്കാർ കാണാനില്ലാത്തതുകൊണ്ടായിരിക്കും റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് താല്പര്യപ്പെടാത്ത, അല്ലെങ്കിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന് പറയുന്ന ആൾക്കാരെ അനുസരിക്കേണ്ടി വരുന്ന ആണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ കാശ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നതിൻ്റെ ഇന്നായിരിക്കും കിട്ടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പം പലപ്പോഴും ഈ പറയുന്ന ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നമ്മുടെ ഞങ്ങൾ ഈ സമരം ചെയ്യാത്തതുകൊണ്ടല്ല, ഞങ്ങളുടെ മാധ്യമങ്ങൾ ഞങ്ങളെ തിരസ്കരിക്കുന്നു. അത് നിങ്ങളുടെ സമരത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയം ജനത്തിൻ്റെ വിഷയവും നിങ്ങൾ ഏറ്റെടുക്കുന്ന സമരം ജനത്തിന് വേണ്ടിയുള്ള സമരമാണെങ്കിൽ നിങ്ങളുടെ കൂടെ ജനം കാണും. ജനം കൂടിക്കഴിഞ്ഞാൽ ആ സമരം ജനത്തിൻ്റെ താല്പര്യത്തിനുള്ള സമരമാണെങ്കിൽ അത് മാധ്യമങ്ങൾ ഏറ്റെടുത്തേ മതിയാകത്തുള്ളൂ. ഇപ്പം ഇവിടെ സുരേന്ദ്രൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അത് ഒക്കെ വന്നിട്ട്
ഇപ്പം CPM-ൻ്റെ ഒരു കാര്യം നമുക്ക് പറയാം. ഇപ്പോൾ CPM-ൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറി തൊട്ട് മേപ്പോട്ടുള്ള സെക്രട്ടറി ആണല്ലോ പരമാധികാരം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അവർ പുതിയതായിട്ട് കഴിഞ്ഞ ഒരു 2-3 സമ്മേളനത്തിന് മുമ്പ് എടുത്ത തീരുമാനമാണ്. പിണറായി വിജയനൊക്കെ 17 കൊല്ലം 18 കൊല്ലം ഇരുന്നല്ലോ. 3 ടൈമിൽ കൂടുതൽ തുടർച്ചയായിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ അദ്ദേഹത്തിന് സെക്രട്ടറി ആവാനും പറ്റത്തില്ല, ഏത് ഘടകത്തിൽ ഇരിക്കുന്നു. അപ്പം അതവരുടെ തീരുമാനമാണ്. 3 ടേം എന്ന് പറയുമ്പോൾ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കുന്ന 3 ടേം. സാറിപ്പോൾ സമ്മേളനത്തിൽ സാർ സെക്രട്ടറി ആയി, അടുത്ത സമ്മേളനം തുടർച്ചയായിട്ടാണല്ലോ പിന്നെ സമ്മേളനം 3 ടേം. ഇപ്പം 9 കൊല്ലം സാറിന് ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ ആ ഭാഗത്തേക്ക് ജില്ലാ സെക്രട്ടറി ആകും, പിന്നെ ഇദ്ദേഹത്തിന് ഒക്കത്തില്ല, 3 ടേമേ ഒക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു തീരുമാനം അതിനകത്തുണ്ട്. അതുപോലെ ഈ BJP-യുടെ നിന്ന് 2 ടേൺ പാർട്ടി പ്രസിഡൻ്റായിട്ടിരുന്നു. അത് മണ്ഡലം പ്രസിഡൻ്റ് ആയാലും കൊള്ളാം, ജില്ലാ പ്രസിഡൻ്റ് ആയാലും കൊള്ളാം, സംസ്ഥാന പ്രസിഡൻ്റ് ആയാലും കൊള്ളാം, ദേശീയ പ്രസിഡൻ്റ് ആയാലും അദ്ദേഹത്തിന് പിന്നെ ആ പോസ്റ്റിൽ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സുരേന്ദ്രൻ്റേത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 3 കൊല്ലം കഴിഞ്ഞു. പിന്നെ അതിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാത്തതുകൊണ്ട് സുരേന്ദ്രൻ പ്രസിഡന്റ് വേണോ തുടരുന്നു. അപ്പോൾ അടുത്ത സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേ 2ാമത്തെ ടേൺ ആവത്തുള്ളൂ. അതവിടെ പാർട്ടിയുടെ നിയമം സാറേ. അത് മറ്റുള്ളവർ മനസ്സിലാക്കാതെ ഞാനിപ്പോൾ നമുക്ക് ഇപ്പം അതിനെപ്പറ്റി പറയാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് സാറിന് പറഞ്ഞാൽ മനസ്സിലായി. ഇത് സാധാരണക്കാരുടെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. BJP ഒരു കേഡർ പാർട്ടിയല്ലേ. അപ്പം 2ാമത്തെ ടേൺ ഈ 2ാമത്തെ ടേൺ അവർക്ക് വേണമെങ്കിൽ സുരേന്ദ്രൻ അല്ലെങ്കിൽ വേറെ ആളെ തീരുമാനിക്കും. ഇപ്പം 2ാമത്തെ ടേൺ സുരേന്ദ്രൻ തന്നെ തുടർച്ചയായിട്ട് ഇരിക്കണമെന്നില്ല. അതവരുടെ സംഘടനയ്ക്കകത്താണ് തീരുമാനിക്കേണ്ടത്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സമ്മേളനമായിരിക്കണം തീരുമാനിക്കേണ്ടത്. പറയുന്നത് മനസ്സിലാവുണ്ട്. അതായത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത് സമ്മേളന കാലാവധിയായിട്ട് കണക്ക് കൂട്ടത്തില്ല. ഇത് അവരുടെ പാർട്ടി തീരുമാനമാണ്. അതിനിവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ സുരേന്ദ്രനെതിരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയൊരുക്കമാണെന്ന് വെച്ചാൽ സുരേന്ദ്രൻ ഏതാണ്ട് വലിയ കക്ഷിയാണ്, സുരേന്ദ്രൻ ഇവിടെ മൊത്തത്തിൽ ഈ BJP മൊത്തം പുള്ളി അങ്ങ് ഏറ്റെടുത്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് BJP കേന്ദ്ര നേതൃത്വം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷേ സുരേന്ദ്രൻ ഇതൊക്കെ പറയുമ്പോഴും സുരേന്ദ്രനെതിരെ ഇത്രയും മാധ്യമങ്ങൾ നിൽക്കുമ്പോൾ സുരേന്ദ്രൻ പഠിക്കേണ്ടത് സുരേന്ദ്രൻ ഏറ്റവും അടുത്ത സംസ്ഥാനത്തോട്ട് തന്നെ നോക്കിയാൽ മതി. സുരേന്ദ്രൻ വലിയ പ്രതീക്ഷയിലാണ് സുരേന്ദ്രനെ BJP-ക്കകത്ത് കൊണ്ടുവന്നതും. വലിയ പ്രതീക്ഷയിലാണ് സുരേന്ദ്രനെ കേരളത്തിലെ BJP-ക്ക് അപ്പുറമുള്ള ആളുകൾ ശബരിമല വിഷയത്തിൽ അതുകൊണ്ട് അത്ര വോട്ട് പിടിക്കാൻ സാധിച്ചു. അമ്മമാരും പെങ്ങന്മാരും സ്ത്രീകളും ഒക്കെ വലിയൊരു നേതാവായിട്ട് കണ്ട് അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അത് ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സുരേന്ദ്രന് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമില്ല. അതവിടെ പാർട്ടി പരിശോധിക്കണം. അത് മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സുരേന്ദ്രൻ അത് അങ്ങനെ പറയുന്നത് ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. BJP-ക്ക് വളർച്ചയുണ്ട് കേരളത്തിൽ. BJP-ക്ക് ഇന്ത്യയിലുടനീളമുള്ള ഏതാണ്ട് ഒരു 60 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർധനവുണ്ടായിട്ടുണ്ട്. അതെ, BJP-യുടെ വളർച്ച കേരളത്തിൽ ഉടനീളം ഉണ്ടാകുന്നതിനകത്ത് ഇവിടുത്തെ പാർട്ടിക്ക് എത്രത്തോളം പങ്കുണ്ട് അത് വളരെ കൃത്യമായിട്ട് BJP പരിശോധിക്കണം. ആ കൃത്യമായിട്ട് പരിശോധിക്കുക. അതിനകത്ത് പങ്കാളിത്തമില്ലെങ്കിൽ ആ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. ആ പങ്കാളിത്തം എന്തുകൊണ്ടാണ് ഇല്ലാതാവുന്നതെന്ന് വെച്ചാൽ ആ ഭാഗം നികത്തി പോകുന്നതിന് വേണ്ടി തയ്യാറാണ്. പരസ്പരം മത്സരിക്കുന്ന ഒരു മത്സരം നിങ്ങളിപ്പം വെളിയിൽ പറയുന്ന മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഈ BJP-ക്കകത്ത് കണ്ടമാനം ഗ്രൂപ്പുണ്ട്. CPM-നകത്ത് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർ പലവട്ടം അധികാരത്തിലിരുന്ന പാർട്ടിയാണ്. കോൺഗ്രസിനകത്ത് 16 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുമ്പോഴും ആശ്വസിക്കുമ്പോഴും കോൺഗ്രസ് ഇപ്പോഴും നാളെ കാലത്തെ അധികാരത്തിൽ വരാൻ പറ്റുന്ന പാർട്ടിയായിട്ട് നിൽക്കുക കേരളത്തിൽ. പറയുന്ന മനസ്സിലുണ്ട്. അപ്പോൾ BJP-ക്കകത്ത് പ്രധാനപ്പെട്ട അധികാര സ്ഥാനങ്ങളിലും വരാതിരിക്കുകയും ഉള്ളത് കിട്ടിയത് പോലും 2ാമത് നിലനിർത്താൻ കഴിയാതെ പോവുകയും വോട്ട് വിഹിതം വർദ്ധിക്കുന്നുണ്ട്. 6-ൽ നിന്ന് 20-ലേക്ക് എത്തി. ആ വോട്ട് വിഹിതം വർദ്ധിക്കുന്നതിനകത്ത് നമ്മൾക്ക് പങ്കുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിലെ BJP-ക്ക് എത്ര പങ്കുണ്ട്, ആ പങ്കാളിത്തത്തിന് കുറവുണ്ടെങ്കിൽ ആ കുറവ് നികത്തിപ്പോവുക. ഇപ്പോൾ കേന്ദ്രത്തിൽ BJP-യുടെ ആ പോക്ക് കൊണ്ടോ ഭരണത്തിൻ്റെ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ ആ താല്പര്യം കൊണ്ടോ ഇവിടെയും കൂടെ അതിൻ്റെ ഭാഗമായിക്കൊള്ളട്ടെന്ന് കണ്ടാണോ നിൽക്കുന്നതെന്നുള്ള കാര്യം പരിശോധിക്കുക. അങ്ങനെയാണോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരാജയമാണ് സുരേന്ദ്ര, അല്ലെങ്കിൽ കേരളത്തിലെ BJP പരാജയമാണ്. ആ പരാജയം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പുറയിലായിരിക്കും മാധ്യമങ്ങൾ. നിങ്ങളെ എത്ര മാറ്റി നിർത്താൻ ശ്രമിച്ചാലും പിണറായി വിജയൻ്റെ കൂട്ടും അല്ലെങ്കിൽ വേറെ ചില ആൾക്കാരുടെ കൂട്ടും മാറ്റി നിർത്താൻ പറ്റത്തില്ല. നിങ്ങളുടെ പുറകിൽ വന്ന് നിങ്ങളെപ്പറ്റി എഴുതിയേ പറ്റൂ. എത്ര മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടും പിണറായി പുള്ളി പണിഞ്ഞു വന്നില്ലേ? അല്ല, ഞാൻ എന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ജോലിയെടുക്കുക, പാർട്ടിയെ വൃത്തിയാക്കുക. കരഞ്ഞിട്ട് കാര്യമില്ല. പ്രവൃത്തി കറക്റ്റ് ആണെങ്കിൽ, ശുദ്ധമാണെങ്കിൽ വിജയം തന്നെയാണ് അവസാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.